മഹാഗുരു ശരണം. മഹാഗുരു ശരണം. നമസ്കാരം സർ. നമസ്കാരം സർ. എനിക്ക് കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ലാസ്റ്റത്തെ ആഴ്ച സാറ് തൃശ്ശൂരൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ദിവസം എനിക്കൊരു കോള് വന്നു. അതൊരു വൈകുന്നേര സമയം, ഒരു 5-5:30 മണിക്കാണ് എനിക്കൊരു കോള് വന്നത്. അതിലൊരു അമ്മ, അതായത് ഒരു കുഞ്ഞിൻ്റെ ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ അമ്മ വിളിച്ചത് തന്നെ. കുഞ്ഞിൻ്റെ അമ്മമ്മയാണ് വിളിക്കുന്നത്, അച്ഛമ്മയോ അമ്മമ്മയോ ഓട്ടോ. അപ്പോൾ ഈ കുഞ്ഞിനെ അവരൊക്കത്ത് എടുത്ത് പിടിച്ചിരിക്കുകയാണ്. 2 വയസ്സ് പ്രായമുള്ള കുഞ്ഞ്, പെൺകുഞ്ഞ്, പേര് പറയുന്നില്ല നമ്മളിതിൽ എന്തായാലും, ഉണ്ണി. അപ്പോൾ തൃശ്ശൂരുള്ളവരാണ്. അപ്പൊ ഈ അമ്മയുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ അമ്മ എന്നോട് വിളിച്ചിട്ട് വളരെ വേദനയോടുകൂടിയാണ് സംസാരിച്ചത്. അപ്പൊ ആദ്യം വിളിച്ചപ്പോൾ ഞാൻ മഹാഗുരു ശരണം നമസ്കാരം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മ പറഞ്ഞു, ഇത് ഗായത്രിയാണോ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ ഗായത്രിയാണ്. അപ്പോൾ അവർക്ക് ഗുരുവായൂരപ്പൻ്റെ അനുഭവം പറഞ്ഞ കുട്ടിയല്ലേ, അയ്യോ ഗുരുവായൂരപ്പനാണല്ലോ കോള് കണക്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗുരുവായൂരപ്പൻ അവിടെ കണക്റ്റായി. അപ്പോൾ അമ്മയ്ക്ക് വളരെ സന്തോഷമാണ്. അപ്പം എന്നോട് അമ്മ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മോളെ എൻ്റെ കുഞ്ഞ് 2 വയസ്സേ ഉള്ളൂ, അവളുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ വെറുതെ അദൃശ്യമായിട്ട് നിന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണോ കുഞ്ഞ്. അപ്പൊ ഈ അമ്മ കുറച്ച് ഡിവൈനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഈ അമ്മയ്ക്ക് വേറെ ആർക്കും അങ്ങനെ അത്രയും അടിയുറച്ചുള്ള വിശ്വാസമുള്ള ആൾക്കാരൊന്നും അല്ല. പക്ഷെ അമ്മയ്ക്ക് ഒരു ഡൗട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും സോൾ പ്രസൻസ് ആണോ എന്നുള്ളത്. അപ്പൊ അമ്മയ്ക്ക് മനസ്സിൽ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്, സാറിന്റെ ചാനലിൽ വീഡിയോസ് ഫോളോ ചെയ്യുന്നുണ്ട് അവര്. അപ്പൊ അവർക്ക് മനസ്സിൽ ഇത് ശ്രീനിവാസ പൈ സാറ് എൻ്റെ കുഞ്ഞിനെ ഒന്ന് ബ്ലെസ് ചെയ്താൽ ചിലപ്പോൾ എൻ്റെ മോള് ശരിയാവുമായിരിക്കും. അത് ഏറ്റവും വലിയ സങ്കടം എന്താ വെച്ചാൽ, കുഞ്ഞിന് അടിക്കടിയായിട്ട് പനി വരും, ഫിക്സ് വരും. ഇത് ഫ്രീക്വന്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുറെ ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ഇവര്. പക്ഷെ ഈ കുട്ടി ഈ അന്തരീക്ഷത്തിൽ നോക്കി ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നതും വിരൽ ചൂണ്ടുന്നതും ഒന്നും ആർക്കും മാറ്റി കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചിലർ പറയണു ഒത്തിരി കൂടി പ്രായമാകുമ്പോൾ ശരിയാവും എന്നൊക്കെ പറയണം. അപ്പൊ ഈ അമ്മയ്ക്ക് മനസ്സിലായത് എന്തോ എനർജി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണെന്നുള്ളത്. അപ്പൊ ഈ അമ്മ എന്നോട് പറയാണ്, മോളെ നമ്മൾ വലിയ ആൾക്കാർക്കാണ് ഇതൊന്നും കാണാൻ പറ്റാത്തത്, കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റും. അപ്പൊ എന്തോ ഒരു ഇതുണ്ട്, അത് ശ്രീനിവാസ പൈ സാറ് ബ്ലെസ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി ശരിയാവും എൻ്റെ മനസ്സിൽ ഗുരുവായൂരപ്പൻ പറയണു കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സത്യമാണ് അമ്മേ, ശരിയാവട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഈ അമ്മ പറയാണ്, ഞങ്ങൾക്ക് അത്തരം വരെ, എവിടെയാണ്, എറണാകുളത്താണെന്ന് പറഞ്ഞു, അത്രയും ദൂരം വരെ വരാനൊന്നും ഞങ്ങൾക്ക് ആവതില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, വീഡിയോ കോൾ വഴിയെങ്കിലും മോളൊന്ന് അറേഞ്ച് ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മ തീർച്ചയായിട്ടും അമ്മയുടെ വീട് എവിടെയാന്ന് ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു, ഞാൻ തൃശ്ശൂരാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, തൃശ്ശൂരാണോ? സാറ് 2 ദിവസമായിട്ട് തൃശ്ശൂർ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഈ ഉണ്ടല്ലോ എന്ന് പറഞ്ഞതും ഈ കയ്യിലിരുന്ന് ഈ കുഞ്ഞ് ഷിവർ ചെയ്യാൻ തുടങ്ങി, വിറയ്ക്കാൻ തുടങ്ങി. വിറച്ചിട്ട് ഈ കുട്ടിയുടെ 2 കണ്ണും മേലേക്ക് പോകാൻ തുടങ്ങി. ഈ അമ്മ പരിഭ്രാന്തിപ്പെട്ടിട്ട്, അയ്യോ എൻ്റെ കുഞ്ഞ് വിറയ്ക്കാണ്, എന്നിട്ട് കുഞ്ഞിൻ്റെ കവിളിലിട്ട് അടിക്കുന്നുണ്ട്. ഞാൻ കേൾക്കുന്നുണ്ട്, ഞാനിവിടെ ഇങ്ങേപ്പുറം ഇരുന്നിട്ട് കേട്ടോണ്ടിരിക്കുക. ഉടനെ എൻ്റെ കൈയുടെ വലത് ഭാഗം തൊട്ടിട്ട് താഴേക്ക് എനിക്ക് വൈബ്രേഷൻ കിട്ടാൻ തുടങ്ങി, അല്ലാണ്ട് കിടന്ന് വൈബ്രേറ്റ് ചെയ്യാം. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു പോയി. ഇതെന്ത് ഞാൻ നിന്ന് വൈബ്രേറ്റ് ചെയ്യുന്നതെന്ന് അറിയില്ല. ഞാൻ പേടിച്ചോ, എന്തെനിക്ക് സംഭവിക്കുന്നതെന്ന് ഞാൻ ഒരു നിമിഷം ആലോചിക്കുക. പിന്നെ എനിക്ക് മനസ്സിലായി ആ എനർജി നമുക്ക് കണക്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇവര് എന്നോട് കരഞ്ഞുകൊണ്ട് വിളിക്കും. ഇവര് അയൽവക്കത്തുള്ളവരെയൊക്കെ വിളിക്കുന്നുണ്ട് പാനിക്കായിട്ട്, കുഞ്ഞിനെ വിളിക്കുന്നുണ്ട്, മോളെ ഉണ്ണിയെ എഴുന്നേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അടുത്തുള്ളവരെയൊക്കെ കരഞ്ഞ് അലമുറയിട്ടാണ് വിളിക്കണം. ഞാൻ വിചാരിച്ചു, ഈശ്വര കുഞ്ഞിനെ എന്താ പറ്റിയ ഭഗവാനെ. എന്നിട്ട് എന്നോട് ഇവർ പറയുന്നുണ്ട്, ഭഗവാനോട് പ്രാർത്ഥിക്കണേ മോളെ, ഗുരുവായൂരപ്പനോട് ഒന്നും പറയുന്ന നമ്മളോട് അത്രയും വിശ്വസിച്ച് പറയാണ്. ഞാനപ്പോൾ മനസ്സിൽ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. കോള് കട്ട് ചെയ്തു, സാറിനെ കോണ്ടാക്ട് ചെയ്തു. അല്പസമയത്തിന് ശേഷം സാർ എന്നെ കോൾ ബാക്കും ചെയ്തു. ഞാൻ സാറിനോട് പറഞ്ഞ ബാക്കിയുള്ള അനുഭവങ്ങൾ സാറ് തന്നെ പറയണം. ഞാൻ ഇതിന് ശേഷം സാറ് അവരെ കണ്ടതിന് എല്ലാത്തിനും ശേഷം ഇവരെന്നെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഈ കുഞ്ഞ് വിറയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഈ അമ്മയുടെ ശരീരവും വിറയ്ക്കുന്നുണ്ടായിരുന്നു, അതും പറഞ്ഞിരുന്നു. സാർ ഇതിനെ കുറിച്ച് ബാക്കി സാറാണ് പറയേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അവര് ആ സമയത്ത് ഞാൻ ഗുരുവായൂർ പോകുന്നൊന്നും തീരുമാനമായോ? ഗുരുവായൂർ പോകുന്നൊന്നും അതിനു മുമ്പ് പറഞ്ഞിട്ടില്ലേ? സാറ് ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു ഓൺ ദ വേ ടു ഗുരുവായൂരാണെന്ന് എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ എനിക്കിത് അവരോട് ഉച്ച കഴിഞ്ഞാണ് ഞാൻ പറഞ്ഞത്. ഉച്ച കഴിഞ്ഞ് ഏകദേശം ഒരു ആ സമയത്തോടു കൂടിയാണ് സാറ് പറഞ്ഞത്. പക്ഷെ ഞാൻ ഇവരോട് എവിടെയാണെന്ന് ചോദിച്ചു. സാറ് 2 ദിവസമായിട്ട് തൃശ്ശൂർ ഉണ്ടല്ലോ, നിങ്ങൾ എവിടെയാണ്? അവര് തൃശ്ശൂരാണെന്നേ പറഞ്ഞുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ 2 ദിവസമായിട്ട് അവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ തന്നെ ഈ എനർജി ചെയ്തു. ഇപ്പൊ പലരും കോണ്ടാക്ട് ചെയ്യുമ്പോഴേ ഞാൻ ചോദിക്കും, പലരും പറയും തൃശ്ശൂരാണ്, പാലക്കാടാണ്, തിരുവനന്തപുരമാണ്, കൊല്ലമാണ്, കണ്ണൂരാണ്, കോഴിക്കോടെന്നൊക്കെ പറയും. ഇപ്പോൾ കോഴിക്കോടെന്ന് പറഞ്ഞാൽ കോഴിക്കോട് നമ്മൾ കേട്ടിരിക്കണമെന്ന് എസ്കേപ്പ് ഒറ്റക്കാട് കേട്ടിട്ടുണ്ട്, മാനാഞ്ചിറ മൈതാനം കേട്ടിട്ടുണ്ട്, മിഠായി തെരുവ് കേട്ടിട്ടുണ്ട്, റെയിൽവേ സ്റ്റേഷൻ കേട്ടിട്ടുണ്ട്, ബസ് സ്റ്റാൻഡ് കേട്ടിട്ടുണ്ട്. കോഴിക്കോട് ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ കോഴിക്കോട് എവിടെയാണെന്ന് ചോദിച്ചാൽ ചെറുകുളം എന്ന് പറയും. ശൈലജ ചേച്ചിയുടെ വീടാ.
നമ്മളിപ്പോൾ 2-3 പ്രാവശ്യം അവിടെ പോയി കോഴിക്കോട് നിന്നാൽ നമുക്ക് നിൽക്കാനൊരു വീടെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ചേച്ചിയുടെ വീടെന്ന് പറഞ്ഞാൽ, അപ്പോൾ പറയുന്നവർ ദയവ് ചെയ്ത് മനസ്സിലാക്കുക, നിങ്ങൾ എവിടെയാണെന്ന് പറയുക. അതെ. ഞാനിപ്പോൾ എവിടെ, ഗായത്രി എവിടെയാണെന്ന് ചോദിച്ചാൽ എറണാകുളമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ചളിക്കവട്ടാണെന്ന് പറഞ്ഞാലേ കാര്യം, ശ്രീനിവാസപ്പം എവിടെയാണെന്ന് ചോദിച്ചാൽ തമ്മനാണെന്ന് പറഞ്ഞാലേ കാര്യമുള്ളൂ. അപ്പോൾ പലരും നമ്മൾ ചോദിക്കണം ആ ഭാഗത്ത് എവിടെയെങ്കിലും എത്തിയാലും അറിയിക്കാനാണ് ചോദിക്കുക. അപ്പോൾ പലരും ക്യാപിറ്റൽ അങ്ങ് പറഞ്ഞിട്ട് വെക്കും. അത് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കാര്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും 2 ദിവസത്തെ പ്രോഗ്രാമായിട്ടാണ് പോയത്. പക്ഷേ എപ്പോഴും എനിക്ക് ദിവസം 2 തരം ഡ്രസ്സ് മാറ്റണം. മനസ്സിലായി? അപ്പോൾ എൻ്റെ ഡ്രസ്സ് കൂടുതലാണ്. അപ്പോൾ വൈഫ് പറയും എന്നെക്കാളും കൂടുതലാണുള്ള ഡ്രസ്സ്, അതാണ് സ്ത്രീകൾക്കാണ് ഡ്രസ്സ് കൂടുതലല്ലേ. പക്ഷേ എനിക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഇട്ട് വൈകിട്ട് കുളിച്ച് കഴിഞ്ഞാൽ എനിക്ക് മാറ്റണം. അപ്പോൾ ഞാനൊരു 3 ദിവസത്തേക്ക് യാത്ര പോവുകയാണെങ്കിൽ 8 സെറ്റ് ഡ്രസ്സ് കാണും. അന്ന് ഇട്ട കാടാണ്ട് 8 സെറ്റ് ഡ്രസ്സ് കാണും. 3 ദിവസമാണെങ്കിൽ 1 ദിവസം കൂടി അഡീഷണൽ ഞാൻ എടുക്കും. അപ്പോൾ നമ്മൾ ഒരു ദിവസം പോയി പിറ്റേ ദിവസം വരാനാണ് പരിപാടി. പക്ഷെ അന്ന് രാവിലെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഗുരുവായൂർ പോകണമെന്ന് തോന്നി. അതെ. ഗുരുവായൂർ പോകണം, തിരുവമ്പാടി കണ്ണൻ, പാറമേക്കാവ്, ഇവിടെ പൂങ്കുന്നത്തും പോയി. അന്നും പോയിട്ട് പിറ്റേ ദിവസം വരാമെന്നുള്ളതാണ്. പക്ഷേ ഗുരുവായൂർ പോകണമെന്ന് തോന്നി. എന്തുകൊണ്ടാണ് ഏതാണെന്ന് അറിയില്ല. വൈഫിനോട് പറയുന്ന മുമ്പ് ഗുരുവായൂരുള്ള ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചു ഇത് കിട്ടുമോ, റൂം കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ ദേവാങ്കണത്തിലുണ്ടെന്ന് പറഞ്ഞു. ജഗന്നാഥ റെസ്റ്റോറൻറ്റ് അവിടെ ഉണ്ട് ഇതെന്ന് പറഞ്ഞ്. അപ്പോൾ ഗുരുവായൂർ പോകാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ മനസ്സിൽ കാണുമ്പോൾ ഈശ്വരൻ മാനത്ത് കാണും. അതെ. അവിടെ 2 ഉണ്ട്. ഒന്ന് ഈ കുട്ടി, 2 പൊട്ടിയ ഓടക്കുഴൽ തന്ന ഗായത്രിനെ ആശ്വസിപ്പിക്കേണ്ടതും ഗുരുവായൂരപ്പൻ്റെ ഡ്യൂട്ടിയാണ്. മനസ്സിലായോ? അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണ് ഈ ഗുരുവായൂർ പോകണമെന്ന് പറഞ്ഞ് കണ്ടതെന്നാ പോവാം. ഗുരുവായൂർ എനിക്ക് കാണാൻ ആരെയും ഇല്ല, പ്ലാനില്ല. പക്ഷെ ഗുരുവായൂർ പോകണമെന്ന് കണ്ട് അത് കഴിഞ്ഞ് കൊടുങ്ങല്ലൂർ വരുമ്പോൾ കൊടുങ്ങല്ലൂർ വഴിക്ക് വരാമെന്ന് പറഞ്ഞു. അതിന് പുറകിലും വേറെ കണക്ഷൻസ് ആണ്. അപ്പോൾ ഗുരുവായൂർ പോകാമെന്ന് പറഞ്ഞ് ഗായത്രി പറഞ്ഞപ്പെടുത്തതിന് നമുക്ക്, അപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അവർ ഈ തൃശ്ശൂരും അല്ല ഗുരുവായൂരും അല്ലാത്ത വേറൊരു സ്ഥലത്താണ്. ഇതിൻ്റെ 2ൻ്റെ ഇടയ്ക്കാണ് അവർ. സ്ഥലം ഏതാണെന്ന് പറയുന്നില്ല. അപ്പോൾ ഈ പറയുമ്പോൾ തന്നെ നമുക്ക് എനർജി കണക്റ്റ് ആകുന്നുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇതിനെ എനർജിയെക്കുറിച്ച് ആലോചിക്കുന്ന ഒന്ന് ഒരുത്തനെ തന്നെ നിലച്ച് നിന്നാൽ വരുന്നതൊക്കെ അവനെന്ന് തോന്നുന്നു എൻ്റെ അമ്മമ്മ പറയാറുണ്ട്. അതുപോലെ എപ്പോഴും അതാണെന്ന് നമ്മുടെ തോന്നല്. അത് നമ്മുടെ ഹാലൂസിനേഷനാണ്. ഇപ്പം എല്ലാവരും അതാ പറയണത്. നമ്മുടെ ഹാലൂസിനേഷനിൽ നമ്മൾ ഇത് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പറയുമ്പോഴേ അതൊരു ഇത് വന്നു. പക്ഷേ ഈ അച്ഛൻ്റെ വീട്ടിൽ പോകുമ്പോഴുള്ളതാണെന്നും എന്നാൽ ഗായത്രിയുടെ കൂടുതലെന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. അന്ന് കുട്ടി എവിടെയാണ് എന്താണെന്നൊന്നും ചോദിച്ചില്ല. അപ്പോൾ ഇതായിരുന്നു. പിറ്റേ ദിവസം ശരിക്കും ദർശനം വാങ്ങിക്കാൻ പോകണമെന്നാണ് വിചാരിച്ചത്. രാവിലെ എഴുന്നേറ്റ് ഇത് കഴിഞ്ഞിട്ട് 8 മണി കഴിഞ്ഞ് 8 ഇത് ഉപാസനയൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നടന്ന് മൊബൈലും ഒക്കെ കൊടുക്കാം. ഇവരെപ്പോഴും എന്താണെന്നറിയില്ല, എവിടെ എന്താണെന്നറിയില്ല, മൊബൈലും ഒക്കെ കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്ത് അവർക്ക് വാട്സാപ്പ് ഇല്ല. കുട്ടിയുടെ അമ്മയ്ക്ക് വാട്സാപ്പ് ഉണ്ട്. കോൺടാക്ട് ചെയ്തത് കുട്ടിയുടെ അമ്മയുടെ അമ്മ. എല്ലാം വളരെ രസകരമാണ്. അപ്പോൾ ആ നമ്പരും എനിക്ക് അയച്ചു തന്നു. പക്ഷേ വാട്സാപ്പ് അയക്കാൻ നോക്കിയിട്ട് ഇതില്ല. അപ്പോൾ നമ്മൾ അവിടെ ഗുരുവായൂർ പോയി കഴിഞ്ഞപ്പോൾ മുമ്പത്തെ ദിവസമാണെങ്കിൽ പിറ്റേ ദിവസമാണെങ്കിൽ മറ്റേ കാര്യാലയ ഗണപതിനെ കയറി സലാം പറഞ്ഞിട്ടേ പോവുള്ളൂ. അപ്പോൾ അവിടെ തേങ്ങ ഉടയ്ക്കും. അതിലേക്ക് കയറാൻ പോകുമ്പോൾ ഇവർ വിളിച്ചിട്ട് പറഞ്ഞ് ഞങ്ങൾ സാറ് താമസിക്കുന്നിടത്ത് എത്തിയെന്ന് പറഞ്ഞു. ഫോൺ കയ്യിലുണ്ടായിരുന്നുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഞങ്ങൾ അവിടെ നിന്ന് റൂമിൽ നിന്ന് വന്ന് അമ്പലത്തിൽ കയറാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഒരു കാര്യം ചെയ്തു. ഞാൻ കാര്യാലയ ഗണപതി കയറി ഇറങ്ങിയിട്ടും ഇവരെത്തിയിട്ടില്ല. ഞങ്ങൾ പോയിട്ട് തേങ്ങ അടിച്ച് വന്നിട്ടും എത്തിയിട്ടില്ല. അപ്പോൾ ഫോൺ രാജേഷിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഞാൻ അകത്ത് പോയിട്ട് ദർശനം എന്ന് പറഞ്ഞാൽ പുറത്തുകൂടി ദർശനം എടുത്ത് വരട്ടെ എന്ന് പറഞ്ഞു. ഫോൺ രാജേഷിൻ്റെ അടുത്ത് പറഞ്ഞ് ഇവർ വിളിക്കും, അതുകൊണ്ട് എടുക്കാൻ പറഞ്ഞിട്ട് പുറത്ത് പോയി അകത്ത് പോയിട്ട് ദർശനം എടുത്ത് പ്രദക്ഷിണം എടുത്ത് വന്നപ്പോഴത്തേക്കും ഇവരുണ്ട്, കുട്ടിയുണ്ട്. കണ്ടപ്പോഴേ കാര്യങ്ങൾ മനസ്സിലായി, ഇതുമായി. അപ്പോൾ 5 തേങ്ങ വാങ്ങിക്കാൻ പറഞ്ഞ് കാര്യാലയ ഗണപതിയുടെ അടുത്ത്. ഗുരുവായൂർ എന്ത് കാര്യം നടക്കണമെങ്കിൽ ആദ്യം അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്നൊരു കാര്യം പറയുക. അപ്പോൾ പഴവങ്ങാടി ഗണപതി ഇവിടെ ഇത് തന്നെയാണ് കാര്യാലയ ഗണപതിയുടെ എനിക്ക് കണക്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ തേങ്ങ വാങ്ങിച്ച് ആദ്യം അമ്മൂമ്മയുടെ ഒക്കത്തായിരുന്നു കുട്ടി. ആ തേങ്ങ അവരെ കൊണ്ട് തന്നെ വാങ്ങിപ്പിച്ച്. അമ്മൂമ്മയുടെ ഒക്കത്തായിരുന്നു കുട്ടി. ഉഴിഞ്ഞു, കുട്ടീനെ മാത്രം ഉഴിഞ്ഞിട്ടടിച്ചു. തേങ്ങ ഉടഞ്ഞു. അത് കഴിഞ്ഞിട്ട് അമ്മൂമ്മനെയും കുട്ടീനെയും കൂടി ഒഴിഞ്ഞ് തേങ്ങ ഉടഞ്ഞു. കുട്ടിക്ക് അമ്മയുടെ അടുത്ത് കൊടുക്കാൻ പറഞ്ഞു. അമ്മേനെയും കുട്ടീനെയും കൂടി ഒഴിഞ്ഞു തേങ്ങ ഉടഞ്ഞു. ഇനി അമ്മയും കുട്ടിയും കൂടി നിന്നിട്ട് ഒഴിഞ്ഞു. അപ്പോൾ അച്ഛനുണ്ട്. അച്ഛൻ വിദേശത്തായാലും നിന്നിട്ട് ഒഴിഞ്ഞിട്ട്
തേങ്ങ അടിച്ചതുപോലെ ബൗൺസറായിട്ട് തിരിച്ചു വന്നു. ബൗൺസ് ചെയ്ത് വന്നു. എന്നാൽ ഉള്ളതിൽ നല്ല തേങ്ങയായിരുന്നു. എന്നാ പറഞ്ഞാൽ വെള്ളമൊക്കെ ആയിട്ട് ബൗൺസ് ചെയ്ത് ഇങ്ങോട്ട് വന്നത്. എന്നെ പിടിക്കാൻ പറ്റില്ല, താഴെ വീണു. എന്നാലും പൊട്ടിയില്ല, ഒന്നും പറ്റിയില്ല. അപ്പോഴേ കാര്യം ഇതായി. അപ്പോഴാണ് പിന്നെ നോക്കുമ്പോൾ അവരുടെ കുടുംബ ദേവതകളുടെ പ്രശ്നമാണ്. പിന്നെ അത് ഇത് ചെയ്ത് പൊട്ടിച്ച് രണ്ടാമത് ഇത് ചെയ്തപ്പോൾ ആ തേങ്ങ പൊട്ടി. എങ്കിലും നമുക്ക് ആ സൂചന ചെയ്യാം. പിന്നെ അവിടെ പ്രദക്ഷിണം എടുത്ത് ഇത് ചെയ്ത് പിന്നെ ആദ്യം വിളിച്ചപ്പോൾ ഈ കുട്ടി എൻ്റെ അടുത്ത് വരുന്നില്ല. ഈ തേങ്ങ ഒഴിഞ്ഞ് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തെ കുട്ടി എൻ്റെ അടുത്ത് വരുന്നു. പിന്നെ മയിൽപ്പിലി വാങ്ങിച്ച് ഒരു 5 മയിൽപ്പിലി വാങ്ങിച്ചിട്ട് ഈ കുട്ടിയുടെ കയ്യിൽ കൊടുത്ത് ഇത് ചെയ്ത് കണ്ണനെ വെപ്പിച്ച് പുറത്തെ ഭണ്ഡാരത്തിൽ വെപ്പിച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ കാണിക്കെടുത്ത്. കാര്യം കണ്ണൻ തന്ന ഒരു നിയോഗമാണ്. തീർച്ചയായിട്ടും കണ്ണൻ എനിക്ക് തന്ന നീ ഇത് ചെയ് എന്ന് പറഞ്ഞിട്ട് തന്ന നിയോഗമാണ്. ഇതുപോലെ തിരുപ്പതിയിലൊരു ഡ്യൂട്ടി എനിക്ക് കിട്ടിയിട്ടുണ്ട് പണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ കുട്ടീനെ കൊണ്ട് ഇത് ഇടിയിച്ച് പിന്നെ അവൾ ഭയങ്കര ജോളിയായി. അവളുടെ അച്ഛൻ്റെ അപ്പൂപ്പനെ പോലെ എന്തോ അവൾ ഭയങ്കര വിങ്കളായി. എൻ്റെ അടുത്ത് തന്നെ ഇതായി ഇരിക്കുന്നു, വെള്ളം കുടിക്കുന്നു. പിന്നെ മേൽപ്പത്തൂർ അവിടെ ഇരുന്ന് കാര്യം ചോദിച്ചപ്പോൾ ഇവരുടെ കുടുംബ ക്ഷേത്രം, കുടുംബ എന്ന് പറഞ്ഞാൽ കാവോ അങ്ങനെ എന്തോ. അപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ എല്ലാവരും ചെയ്യുന്നത് തോന്നിയവാസങ്ങളാണ്. ഒന്ന് പോസ് ഒരു ചരണം കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ ഇതിനെക്കുറിച്ച് പറയാൻ പോകുമ്പോൾ എനർജീസ് ആക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ പർട്ടിക്കുലർ എടുക്കാൻ പോയപ്പോൾ വാതിൽ തുറന്നായിരുന്നു, ആദ്യമേ തന്നെ വാതിൽ തുറന്നായിരുന്നു. ഇപ്പോൾ ഇത് വരുന്നത് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പല കുടുംബങ്ങളും അനുഭവിക്കുന്നതാണ്. ഒന്ന് പറയും നമ്മൾ എന്തൊക്കെ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ എല്ലാവരും അവരവരുടെ തോന്നിയവാസമാണ് ചെയ്യുന്നത്. എല്ലാവരും A to Z എല്ലാവരും തോന്നിയവാസമാണ്. കാര്യം ഓരോ ക്ഷേത്രങ്ങളിലും അവർക്ക് തോന്നിയത് അവർ ചെയ്യുന്നത്. എന്നിട്ട് പറയും നമ്മൾ ദൈവത്തിന് വേണ്ടിയിട്ട് എല്ലാം ചെയ്യുമെന്ന് പറയും. കഴിഞ്ഞ ദിവസം നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചെയ്യണം, നമ്മൾ പോകുന്നുണ്ട്, ഒക്കെ ശരിയാക്കി തരാമെന്ന്. മറ്റേ പപ്പുവിൻ്റെ ഒരു കഥാപാത്രം ഒക്കെ ശരിയാക്കി തരാമെന്ന് പറയണം. എല്ലാവരും താഴെ തോന്നിയവാസം. അപ്പോൾ ഇവരോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, അവിടെ തികയുന്നില്ല, അവിടെ ചെയ്യേണ്ട പോലെ ചെയ്യുന്നില്ല. മനസ്സിലായ? അപ്പോൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല, കുടുംബക്കാർ ചെയ്യുന്നില്ല, എന്തുകൊണ്ട് ഈ കുട്ടിയിൽ ഇത് വന്നു? ഈ കുട്ടിയിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കുടുംബക്ഷേത്രമുണ്ട്. നമ്മളിപ്പോൾ ഏത് ക്ഷേത്രത്തിൽ പോയാലും എപ്പോഴും പറയാണ്ട് ദേവതകളൊന്നേ ഉള്ളൂ, ഒരു കൃഷ്ണനേ ഉള്ളൂ, ഒരു വിഷ്ണുവേ ഉള്ളൂ, ഒരു ദേവിയേ ഉള്ളൂ. നമ്മൾ അവരെ ആ എനർജി നമ്മൾ അംശമായിട്ട് നമ്മൾ പിടിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മുടെ ആവശ്യത്തിന് നമ്മൾ നമ്മൾ ഷഡാധാര ഇത് ചെയ്ത് നമ്മൾ പ്രോമിസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ പ്രോമിസ് ചെയ്തിരിക്കുകയാണ് നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യാം. അത് ചെയ്യാണ്ട് വരുമ്പോഴത്തേക്കും അവർ ആക്ട് ചെയ്യും. ദേവതകൾ തിരിച്ചു പോകും. ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഇവിടെ ഇലക്ട്രിസിറ്റി വർക്ക് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിസിറ്റി ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഇതില്ല എന്ന് പറഞ്ഞാൽ അവർ ലൈൻ ഡിസ്കണക്ട് ചെയ്യുന്നുള്ള ഇലക്ട്രിസിറ്റി വേറെ എടുത്ത് പോകും. എൻ്റെ ആവശ്യങ്ങൾ നടക്കുകയില്ല. അപ്പോൾ ഇതെന്താ പറ്റണമെന്ന് വെച്ചാൽ ഈ കുടുംബക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സോൾസ് ഉണ്ട്. അവർക്ക് നിൽക്കണമല്ലോ. ബോഡി കൊണ്ടുപോയിട്ട് ക്രിമേഷൻ നടത്തി, പക്ഷേ ആ സോൾ എവിടെ പോകും? നൈനം ചിച്ചന്തി ശാസ്ത്രാണി എന്ന് കൃത്യൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെന്താ ചെയ്യണമെന്ന് അവർ സ്ഥിരം പോയിക്കൊണ്ടിരുന്ന ക്ഷേത്രങ്ങളിലേക്ക് പോകും. അവർ പ്യൂരിറ്റി ഉണ്ടെങ്കിൽ കണ്ടീഷൻസ് അപ്ലൈ. ഇപ്പോൾ നമ്മൾ പോകുന്നു ഒരമ്പലത്തിൽ പോകുമ്പോൾ കുളിച്ചിരിക്കണം, ചെരുപ്പിടാൻ പാടില്ല, മാന്യമായ വസ്ത്രധാരണമായിരിക്കണം, പെണ്ണുങ്ങളാണെങ്കിൽ മുടി അഴിച്ചിട്ട് പോകരുത്, മനസ്സിലായി? പല പാലായ്മയുള്ള അങ്ങനെ ഓരോ ചിട്ടകളുണ്ട്. ആ ചിട്ടകൾ പാലിക്കുന്ന സോൾസ് ആണെങ്കിൽ അവർക്ക് അവിടെ എൻട്രി ഉണ്ട്, അവരവിടെ ഉണ്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ വേണ്ട രീതിയിലല്ല പൂജകൾ ചെയ്യുന്നതെങ്കിൽ ഈ ദേവതയ്ക്കല്ല പ്രശ്നം, ഈ സോൾസിനാണ്. ഈ സോൾ ആക്ട് ചെയ്യും. നമുക്ക് വേദനിക്കണമെങ്കിൽ എന്താണ്? എൻ്റെ വേദന, എനിക്ക് കയ്യിൽ വേദന വന്നു, എനിക്ക് വേദന തോന്നുമോ? പക്ഷേ എൻ്റെ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ ആണെങ്കിൽ എനിക്ക് വേദനിക്കും. ഗായത്രിക്കോ അതെ, ഗായത്രിയുടെ വേദന വലുതല്ല, ഗായത്രിയുടെ മക്കളുടെ വേദന വലുതാണ്. അവിടെ അവർ ആക്ട് ചെയ്യും. അപ്പോൾ അവർ ആക്ട് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഇത് ഗുരുവായൂരപ്പനെ അറിയാമായിരുന്നു ഇതിൻ്റെ മരുന്ന് എന്താണ്. ഒരു ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ അവർ അവിടെ നിന്ന് 10-20 കിലോമീറ്റർ ദൂരം ഉണ്ടെന്ന് തോന്നുന്നു അവരുടെ. പക്ഷേ 5 കിലോമീറ്റർ സ്ഥലം ഞാൻ പറയുന്നില്ല. പക്ഷേ ഗുരുവായൂരപ്പനെ അറിയാം ഇവരുടെ രോഗം എന്താണെന്നും ഇവരുടെ മരുന്ന് എന്താണെന്നും ആരെ കൊണ്ട് ഇത് ചെയ്യിക്കണമെന്നും ഗുരുവായൂരപ്പനെ അറിയാം. മനസ്സിലാക്കേണ്ടത് നമ്മളാണ്. അതിൽ പാവ ആ കുട്ടി വിറക്കേണ്ടി വന്നു. ഒന്നുമില്ല, 5 തേങ്ങ. അത് വേറെ രസമുണ്ട് ഇതിൽ. ഞാൻ പറയാത്തൊരു ഗായത്രിയുടെ പറയാത്തൊരു കാര്യമുണ്ട്. ഇത് ചെയ്തു, ഞങ്ങൾ പുറകിലേക്ക് പോയി. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ രാവിലെ പോയിട്ട് സാധാരണ ഞാൻ 1000 രൂപയുടെ ക്യൂ എടുക്കണം. അപ്പം അന്ന് പോയപ്പോഴത്തേക്കും വേറൊരു വഴിക്ക് നമുക്ക് പെട്ടെന്ന് ദർശനം കിട്ടി. ഓക്കെ,
അത് ലിൻഡ കോട്ടയത്തെ ഒരു വഴിക്കാണ് കിട്ടിയത്. എനിക്ക് സാധാരണ ആ രീതി ഞാൻ പിന്തുടരാറില്ല, പക്ഷേ ഗുരുവായൂരപ്പൻ അവിടെയാണ് നവോസ്മി നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത നവോസ്മി നിവോം ഞാൻ പറഞ്ഞില്ലേ, എല്ലാം സമ്മതിക്കണം, ദേവൻ ഓരോന്ന് സമ്മതിക്കും. അപ്പോൾ പലതും ഞാൻ നിന്ന് ഓക്കെ അതിലും എന്തോ നിയോഗം ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ പുറകിൽ പോയി. അപ്പോൾ ഞാൻ 6 ഇത് ചീട്ടാക്കി, പ്രസാദക്കിറ്റ് ചീട്ടാക്കി. അകത്ത് പോയി ആ രാവിലെ ഇതെടുത്തല്ലേ 6 പ്രസാദക്കിറ്റ് ചീട്ടാക്കി. അപ്പോൾ 6 കൊണ്ടുപോയി രാജേഷിൻ്റെ അടുത്ത് വാങ്ങിക്കാൻ പറഞ്ഞ്. രാജേഷിൻ്റെ അടുത്ത് വാങ്ങിക്കാൻ പറഞ്ഞ ഉടനെ അത് ചീട്ട് കൊടുത്ത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവിടെ തന്നെ പുറകിലേക്ക് രാജേഷ് പുറകിലേക്ക് പോയി. ഞാൻ അവിടെ ചെന്നിട്ട് ആ ഗുരുവായൂർ എന്നപ്പോഴും ഗുരുവായൂരിലെ മറ്റേ 20 രൂപ 30 രൂപയുടെ സഞ്ചി വാങ്ങിക്കും ഞാൻ. അവിടെ ഗുരുവായൂരപ്പൻ്റെ ഇതുള്ള സഞ്ചി വാങ്ങിക്കും, നമുക്കൊരു ഇതാണ്. അത് വാങ്ങിച്ചു, മയിൽപ്പീലിയും വാങ്ങിച്ചു. അപ്പോൾ ആദ്യം രാജേഷ് ഈ 6 ചീട്ട് കൊണ്ടുപോയത് അവിടെ നിന്ന് 1 മാത്രം കൊടുത്തു. ഞാൻ പറഞ്ഞു രാജേഷിൻ്റെ അടുത്ത്, രാജേഷ് 6 കിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. കൗണ്ടറിലുള്ള ആൾ നോക്കില്ല എന്ന് തോന്നുന്നു. ഉടനെ ചെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അല്ല ചേട്ടാ 6 ഉണ്ടെന്ന് രാജേഷ് പറയും. ഞാൻ പറഞ്ഞു 6 കൂട്ടമല്ല, 6 പാക്കറ്റ് വേണം ഇതുപോലത്തെ എന്ന് പറഞ്ഞു. ഇത് വന്നു. അപ്പോൾ നോക്കുമ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് കിറ്റിനകത്തുണ്ടായിരുന്ന പാൽപ്പായസം താഴെ വീഴുക. മനസ്സിലായ? അത് കഴിഞ്ഞിട്ട് അപ്പോൾ പറയും ഇത് 2ാമത്തെയാണ് വീഴ്ച, ഇത് കുട്ടി നിൽക്കണതിൻ്റെ പുറകിലാണ് ഇത് വീഴണം. ഞാൻ അവരോടും പറഞ്ഞില്ല, ഗായത്രിയോടും പറഞ്ഞില്ല. പിന്നെ ഇതെന്താണെന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിരുമേനിയൊക്കെ പറയും നമ്മൾ ഭക്ഷണം എടുത്ത് വെച്ചാൽ അത് നമ്മുടെ കൈ ഇതിൽ നിന്ന് താഴെ വീഴുകയാണെങ്കിൽ സോൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ തന്നെ പിതൃക്കളുടെ പ്രസൻസ് ആയിരിക്കും താഴെ വീഴുകയാണെങ്കിൽ അല്ലേ. എന്നാൽ നമ്മൾ വളരെ സൂക്ഷിച്ച്, പക്ഷെ താഴെ വീഴുകയാണെങ്കിൽ ഇതാണ്. നമുക്കിപ്പോൾ പാല് കാച്ചുമ്പോഴുണ്ട് പാല് തിളച്ച് തൂവണമെന്നുണ്ട്, പക്ഷേ ചായ വെക്കുമ്പോൾ പാല് തിളച്ച് തൂവാൻ പാടില്ല എന്നുണ്ട്. നമ്മൾ വീട്ടിൽ ഇത് ചെയ്യുമ്പോൾ തൂവാൻ പാടില്ല, പക്ഷെ നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഇപ്പോൾ പൊങ്കാല വെക്കുമ്പോഴത്തേക്കും തിളച്ച് തൂവണം. വീട്ടിൽ പായസം ഉണ്ടാകുമ്പോൾ തിളച്ച് തൂവാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ ചില വിശ്വാസ പ്രമാണങ്ങൾ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് സംഭവം. കാര്യം ഇത് കറങ്ങുക. ഇനി അവര് അത് ചെയ്താൽ അതിന് പ്രയോജനം കിട്ടും. അവര് അവിടെ ചെയ്താൽ ഇത് ചെയ്താൽ അത് കഴിഞ്ഞ് അവര് ദക്ഷിണ, ഈ ചേച്ചി ദക്ഷിണ ചോദിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞു ഇവിടെയൊന്നുമില്ല, ഇവിടെ ഞാനൊന്നും ചെയ്തില്ല, ഗുരുവായൂരപ്പൻ നമുക്കൊരു ഇത് തന്നത് ഇതാണെന്നുള്ളത്. അത് കഴിഞ്ഞിട്ടൊരു വാക്ക് ചോദിച്ചു, അതാണ് എനിക്ക് സഹിക്കാത്തത്. പിന്നെ ഇങ്ങനെയുള്ളവരെ അപ്പോൾ ഗുരുവായൂരപ്പൻ എന്തുകൊണ്ടാണ് ഈ കുട്ടീനെ അവിടെ വരുത്തിയെന്ന് മനസ്സിലായി, നമ്മളെ കണക്ട് ചെയ്ത് എന്താണെന്നും മനസ്സിലായി. ഞാനത് ചോദിക്കും, ഒരു പള്ളിയുണ്ട്, ആ പള്ളിയിൽ ഇങ്ങനെയുള്ള കുട്ടികളെ കൊണ്ടുപോയിട്ട് അടിമയിരുത്തുന്നുണ്ട്, അത് ഞാൻ ചെയ്യട്ടെ ചോദിച്ചു. ഞാൻ ചോദിച്ചു ഇത് ഗുരുവായൂരപ്പനെ അടിമയിരുത്തിയ കുട്ടിയാണോ എന്ന് ചോദിച്ചു. അതെ. ഗുരുവായൂരപ്പനെ അടിമയിരുത്തിയ കുട്ടീനെ വേറെ എടുത്ത് നിങ്ങൾ എങ്ങനെ കൊണ്ട് അടിമയിരുത്തും എന്ന് ചോദിച്ചു. ഓക്കെ, അതേ ഗുരുവായൂരപ്പൻ അടുത്ത് രാമൻ്റെ അമ്പലമാണ്. ഇതിനെ ഈ വിശ്വാസ പ്രമാണങ്ങൾ ശരിയല്ല എന്ന് പറയുന്നിടത്ത് കൊണ്ടുപോയിട്ട് എന്ത് അടിമയിരുത്തും എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അപ്പോൾ ഗുരുവായൂരപ്പൻ ആരായെന്ന് ചോദിച്ചു. അപ്പോൾ രാജേഷ് പറയാം, ചേട്ടൻ അങ്ങനെയല്ല ചോദിക്കേണ്ടത്, കാറിൽ ഇരുന്നപ്പോൾ ഞാൻ വേറെ ചോദിക്കുള്ളൂ. ഞാൻ ചോദിച്ചാൽ ചേട്ടൻ എന്നെ വഴക്ക് പറയും കൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കലാത്തത്. രാജേഷ് പറഞ്ഞ പോയിന്റ് ശരിയാ. ഞാൻ ആ രാജേഷിൻ്റെ അടുത്തും കമ്പനിയായി, ആ കൊച്ചിനെ ഞാൻ വാങ്ങിക്കുന്നു. മനസ്സിലായി? അവരുടെ കയ്യിൽ നിന്ന് ഞാൻ കൊച്ചിനെ എൻ്റെ കയ്യിൽ വാങ്ങി. എന്നിട്ട് പറയും ആ കൊച്ചിനെ ചേട്ടന് കൊടുക്കാൻ പറയും. അല്ല, അത് നിങ്ങളുടെ കയ്യിലല്ലേ. അപ്പൊ എൻ്റെ കയ്യിലിരിക്കുന്ന കൊച്ചിനെ നിങ്ങളെങ്ങനെ ചേട്ടന് കൊടുക്കും? ഗുരുവായൂരപ്പൻ്റെ കയ്യിൽ ഏൽപ്പിച്ച കുഞ്ഞിനെ നിങ്ങൾ എങ്ങനെ വേറെ എടുത്ത് ഗുരുവായൂരപ്പൻ മിത്താണെന്നോ ഗുരുവായൂരപ്പൻ ശരിയല്ല എന്ന് പറയുന്ന വിഗ്രഹാരാധകർ പാപികളാണെന്ന് പറയുന്നവരുടെ ക്ഷേത്രമല്ല ആരാധനാ കേന്ദ്രത്തിൽ നിങ്ങൾ എങ്ങനെ കൊടുക്കും? നമ്മൾ വർഗീയം പറയല്ല, നമുക്കതും ദൈവമാണ്, എല്ലാം ദൈവമാണ്. ഞാൻ ഗുജറാത്ത് പള്ളിയിൽ ചെന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നുള്ള ശരീരി കേട്ട ആളാണ്, കവരത്തിലെ ഗുജറാത്ത് പള്ളിയിൽ. മനസ്സിലായി? അത് കഴിഞ്ഞിട്ട് പലയിടത്തു പള്ളിപ്പുറം പള്ളിയിൽ ഈ ശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് ചേർത്ത പള്ളിപ്പുറം, ഞങ്ങൾ അവിടെയായിരുന്നു. അത് കേട്ട് വളർന്ന ഇതാണ്. പക്ഷേ അതും ശരിയാണ്, എൻ്റെതും ശരിയാണ്. എൻ്റെത് ശരിയല്ല, അത് മാത്രം ശരിയെന്ന് പറയുമ്പോൾ കൊള്ളുകയല്ലേ. മനസ്സിലായേ? നിന്റെ അച്ഛനും അച്ഛനാണ്, എൻ്റെ അച്ഛനും അച്ഛനാണ്. ആ അച്ഛനെയും ഞാൻ അച്ഛാന്ന് വിളിക്കാം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനല്ലാണ്ടാകുന്നില്ല. അതാണ് മാറ്റേണ്ടത്. പ്രത്യേകിച്ച് ഭാരതദേശത്തിൽ അതാണ്. അവർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും നേരം സംസാരിച്ചു, ഇത് ശരിയായില്ല എന്ന് പറഞ്ഞു. പലർക്കും വരുന്ന മിഥ്യാധാരണയത്, ഞാൻ വേറൊന്ന് പറയാം. ഇപ്പോൾ നമ്മൾ ഫിക്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഒരു കുട്ടി, ഞാൻ 2001 2005 ലക്ഷദ്വീപായിരുന്നു. 2005 തൊട്ട് 2011 വരെ എറണാകുളത്താണ് ജോലി ചെയ്തത് ക്ലർക്കായിട്ട്. ആ സമയത്ത് ഒരു ഫാമിലി കോണ്ടാക്ട് ചെയ്ത്, ആ കുട്ടി ഹൈസ്കൂളിലല്ല +1 +2 പഠിക്കുന്ന, ഇപ്പോൾ ആ കുട്ടി പ്രൊഫഷണൽ ഗ്രാജുവേറ്റ് ആയിട്ട് ജോലി ചെയ്യുകയാണ്. ഫിക്സ് വരും, എപ്പോഴെപ്പോഴും ഫിക്സ് വരും.
ഈ കുട്ടി ക്ലാസ്സിൽ ഇതായിട്ട് ഈ കുട്ടീനെ സ്കൂളിൽ വിടുന്നില്ല. കുട്ടിക്ക് നാണക്കേട്, 10ാം ക്ലാസ്സിൽ കുട്ടിക്ക് നാണക്കേട്. ഈ +1 +2 വീട്ടിലിരുത്തി പഠിപ്പിക്കുക, മനസ്സിലായി? ആൺകുട്ടിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെയാണ് ഇതാണെന്ന് പറഞ്ഞു. ബാങ്ക് ആയിട്ടുള്ള കണക്ഷനിൽ വന്നാണ് ജാതകം നോക്കി. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്നിലുള്ള ബോധം പറഞ്ഞു എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ എന്ന് പറയുന്നത് വേറൊരു സാധനമാണ്, ശ്രീനിവാസപ്പയ്യല്ല, ഈ ശരീരമല്ല. ജാതകം നോക്കിയപ്പോൾ ആ പ്രശ്നങ്ങളൊന്നുമില്ല. അന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി കണ്ട് ഈ ബ്ലെസ്സിങ്ങിൻ്റെ പരിപാടിയൊന്നും ഇല്ല. അന്ന് നമ്മൾ സങ്കല്പം കൊടുക്കുക, പ്രാർത്ഥനയിൽ സങ്കല്പം കൊടുക്കുക, ചില മന്ത്രങ്ങൾ ഇത് ചെയ്തിട്ട് സങ്കല്പം കൊടുക്കുകയാണ് ചെയ്ത്. ആ കുട്ടിയുടെ ഫോട്ടോ വാങ്ങിച്ച് ഇത് ചെയ്തതിന് ശേഷം ഈ +1 +2 ആ കുട്ടി ഇതിൽ പഠിച്ചു, ക്ലാസ്സിൽ പോയി പഠിച്ചു. കുറഞ്ഞു. പിന്നെ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ കോൺടാക്ട് ചെയ്തിരുന്നു, അവരുടെ നമ്പർ വാങ്ങിച്ചിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തെന്ന് പറഞ്ഞ് അത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി. ആ പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി, ഇത് ചെയ്തു എന്ന് പറഞ്ഞു. കാര്യം ഇതെല്ലാം ഒരു പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ പർട്ടിക്കുലർ പറഞ്ഞല്ലോ, ഈ പർട്ടിക്കുലർ പറഞ്ഞ ആ ഫാമിലിയുടെ കുടുംബക്ഷേത്രത്തിൽ ഞാൻ പോയി. കുടുംബക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞാൽ അവിടെ ഇതാണ് സർപ്പം തുള്ളലൊക്കെ ഉള്ള ഇതാണ്. ചിലരുണ്ട്, അതിലൊരാൾ അമ്മാവൻ തുള്ളുന്നുണ്ട്. അത് വെറുതെ തുള്ളുന്നതാണ്, എനർജി അല്ല. അപ്പോൾ പറഞ്ഞ് ഈ അമ്മാവൻ തുള്ളി വന്നു കഴിഞ്ഞാൽ പെണ്ണുങ്ങളുടെയൊക്കെ മേത്ത് വീഴുന്നു പറഞ്ഞു. മനസ്സിലായി? അത് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇദ്ദേഹം വന്ന് ഞാൻ ജപിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴേ പുള്ളി എൻ്റെ കണ്ണ് നോക്കുമ്പോൾ, അന്ന് നമ്മൾ ഇതൊന്നുമല്ല, ദീക്ഷ തേടൈ ഇതൊന്നും എടുത്തിട്ടൊന്നുമില്ല, 2008-9 മറ്റേ സംഭവം. നോക്കുമ്പോഴത്തേക്കും തന്നെ ഇയാൾ മാറി. ചിലരങ്ങനെയും ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇതിനെ പരിഹസിക്കുന്ന രീതിയിൽ. ഈ ഹൈന്ദവ സമൂഹത്തിന് മാത്രമാണ് വിശ്വാസമാണ്, ഈ വിശ്വാസത്തെ പരിഹസിക്കുന്ന രീതിയിൽ. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രഭാഷകനുണ്ട്, ഈശ്വരൻ്റെ പേരാണ് അദ്ദേഹത്തിന്, മനസ്സിലായോ? ഞാൻ പേര് പറയുന്നില്ല. ഇന്നാണ് അദ്ദേഹത്തിൻ്റെ ഇത് കാണുന്നത്. കഴിഞ്ഞ ദിവസം ശശികല ടീച്ചർ അതിൽ ഇത് ചെയ്തു, പക്ഷെ ഞാനത് കണ്ടില്ല. ശശികല ടീച്ചർ നമുക്കറിയാം തീവ്രമായ ഹിന്ദുത്വം ഇത് വെച്ചാണ്. ഇന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഞാൻ റീല് കാണുന്നത്. കാര്യം എന്താ വെച്ചാൽ നഗ്നനായൊരു സന്യാസി ഇത് കാണിക്കുന്നുണ്ട്. സന്യാസി ഇരിക്കുന്നു, അദ്ദേഹത്തിന് കൊണ്ട് 500 ഇതൊക്കെ ദക്ഷിണ കൊടുത്തു, അദ്ദേഹം തലയിൽ ഇത് ചെയ്യുന്നുണ്ടെന്ന്. എന്താണ് ഇത്? അല്ല, എന്തിനാണ് സന്യാസിമാർക്ക് കാശെന്ന്? ഇത് നിങ്ങൾ കൊടുത്തോ? ഞാൻ തവനൂർ അവിടെ പോയി, ഞാനൊരു സന്യാസിക്കും കാശ് കൊടുത്തില്ല. ഞാൻ അവിടെ എവിടെയാണ്, ഞാൻ ആകെ ഉണ്ടായിരുന്നു അവിടെ കാശിട്ടത് ഒന്ന് മുകുന്ദകൃഷ്ണ ക്ഷേത്രത്തിലിട്ടു, ബ്രഹ്മക്ഷേത്രത്തിൽ, ശിവക്ഷേത്രത്തിൽ, പിന്നെ തിരുനാവായ പോയപ്പോൾ തവനൂർ തിരുനാവായ. പിന്നെ നമ്മളിട്ടത് മെയിൻ വേറൊരു സ്ഥലത്താണ്. എന്താണ്, എവിടെയായിരിക്കും പറയാവാ? മഹാമേരു വെച്ചിട്ടുണ്ട് അവിടെ, ശ്രീചക്രം അവിടെ ഇട്ടു. നമുക്ക് ദീപസ്തംഭം മഹാചര്യം നമുക്കും കിട്ടണം. അവിടെ നമ്മളിട്ട്, നമ്മൾ സന്യാസിക്കും കൊടുത്തില്ല. അവിടെ പോകാത്ത ആള് ഹിന്ദുവിൻ്റെ പേര് വെച്ചിട്ട് എന്തിനും വിമർശിക്കുന്നു? ഹിന്ദുവിൻ്റെ ശാപവും ഹിന്ദുവാ. ഇസ്ലാമിക ആൾക്കാരോ ഇസ്ലാം വിശ്വാസികളോ ക്രിസ്തുമത വിശ്വാസികളോ ഉള്ള നമ്മുടെ കൂട്ടത്തിലുള്ള അസുരവർഗങ്ങൾ ആണ് ഇത് വരുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാമനെ എതിരിട്ടത് മറ്റൊരു മതക്കാരനായിരുന്നില്ല, ഈശ്വരവിശ്വാസിയായ രാവണനായിരുന്നു. കൃഷ്ണനെ എതിരിട്ടത് എല്ലാ വിശ്വാസവും ഉണ്ടായിരുന്ന കംസനും ശിശുപാലനുമായിരുന്നു. വേറെ മതമോ ഒന്നുമല്ല, അല്ലേ? അപ്പോൾ നമ്മൾ മാറണം. പിന്നെ ഇതൊക്കെ ഇവർ കാർമ്മികം വാങ്ങിച്ചു കൂട്ടുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ അവിടെ എനിക്ക് തോന്നി അവർ ചോദിക്കുന്നില്ല. കാര്യം നമ്മളെല്ലാവരും, പക്ഷേ അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ളവർ പോയിട്ട് പോസിറ്റീവ് അല്ലാത്തത് സ്വാമിമാർ പറഞ്ഞ് ട്രോമയും കൊണ്ട് വന്നവരും ഉണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. അതാരാണ് എന്താണെന്നൊന്നും പറയുന്നില്ല. അങ്ങനെ പറയുന്ന ആസാമിമാരും ഉണ്ട്. കാര്യം നമ്മളെപ്പോഴും പറയേണ്ട സത്യം ബ്രൂയാ പ്രിയം ബ്രൂയാൻ നബ്രൂയാ, സത്യം അപ്രിയമായ സത്യങ്ങൾ പറയരുത്. രണ്ട്, ചിലരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യമല്ലാത്ത കാര്യങ്ങൾ സത്യമാണെന്ന് പറയും. അതും ഈ കാഷായ വേഷവും അല്ലെങ്കിൽ ഏത് വൈദിക വേഷം, അത് ഏത് ജാതി ഏത് മതമാകട്ടെ ഉപയോഗിക്കുന്നവരുണ്ട്, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവരുണ്ട്. മനസ്സിലായി? അപ്പം അതൊന്നുമല്ല, ഇത് നമ്മൾ ഈച്ച് ആൻഡ് എവരി വൺ വി ആർ ദി ടൂൾ ഓഫ് യൂണിവേഴ്സ്. അത് ആ ദൈവത്തിനെ കൃഷ്ണന് പേരിടാം, രാമന് പേരിടാം, നരസിംഹം എന്ന് പേരിടാം, മറ്റ് മതങ്ങളുടെ പേരുകൾ അതും ഇടാം. പക്ഷേ നോക്കുക, ഈ ആത്മാവ്, നമ്മുടെ ബോധം, അത് ഓരോ ശരീരം എടുക്കുമ്പോഴും ഈ കാർമ്മികം അനുഭവിച്ചുകൊണ്ടിരിക്കും. അത് മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. കാര്യം ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന അവനവൻ ആത്മസുഖത്തിനായി ചെയ്യുന്നവ അവരനും സുഖത്തിനായി ചെയ്യണം, സുഖത്തിനായി വരണം. നമ്മൾ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ വെച്ച് ചെയ്യുന്നവ, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന, ജാതിയുടെ മതത്തിൻ്റെ പേരിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ഒരു ദൈവവും കൂട്ടുനിൽക്കുകയില്ല. അത് ഹിന്ദുവിൻ്റെ ദൈവമാകട്ടെ വേറൊരു ദൈവമാകട്ടെ. കാര്യം ദൈവത്തിന് എല്ലാവരും സ്വന്തം മക്കളാണ്.
ശ്രീനിവാസ പൈ ഹിന്ദുവാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പള്ളിയിൽ ചെന്നിട്ട് മസ്ജിദിൽ ചെന്നിട്ട് മുമ്പ് ഇത് തൊഴുതാൽ ആ ദൈവം എന്നെ അനുഗ്രഹിക്കാണ്ടിരിക്കുകയല്ല. അതെ. അവർക്ക് നോക്കുമ്പോൾ അവനും എൻ്റെ ഇതാണ്. ഇപ്പം അവൻ അവിടെ പോയി ഭാരതത്തിൽ പോയി, കേരളത്തിൽ പോയി, ഇന്നയാളുടെ രംഗനാഥ പൈ കമല ഇത് അടുത്തത് ചിലപ്പോൾ അവൻ എൻ്റെ ഞാൻ പറയുന്ന വഴിയേ വരും, അല്ലെ എൻ്റെ വഴിയേ വരും എന്ന് പറഞ്ഞിട്ട് ഒരു ദൈവവും തള്ളിക്കളയാൻ. ഇത് കുറഞ്ഞ കൂപമണ്ഡപങ്ങളായ എന്തോ ചെറിയ അറിവുകൾ വന്നിട്ട് ഈ മനുഷ്യൻ്റെ എന്താണ് എന്തോ വിശ്വാസങ്ങൾ വെച്ചിട്ട് അവനെ കൊല്ലപ്പെടേണ്ടവനാണ്, എതിർക്കപ്പെടേണ്ടവനാണെന്ന് കാണുന്ന ഹാമർത്യ മൂടൻ എന്നേ പറയാനുള്ളൂ. ദയവ് ചെയ്ത് ഈശ്വരൻ എന്ന് പറയുന്ന ശക്തിയെ തീർച്ചയായിട്ടും തിരിച്ചറിയുക, അത് അനുഭവിക്കുക, ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വരട്ടുക.